എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ സ്കൂളുകളിൽ നടക്കാൻ പോകുന്ന ശാസ്ത്രോത്സവത്തിൽ IT ക്വിസിന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലാസ്റ്റ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു ചോദ്യം ഉണ്ടാകും, അതിൻ്റെ ഉത്തരം കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വിജയം പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, കോവിഡ് കാലത്ത് നമുക്ക് ക്ലാസ്സുകൾ ഫസ്റ്റ് ബെൽ എന്ന പരിപാടിയിലൂടെ സംപ്രേക്ഷണം ചെയ്തിരുന്നു. ഏത് ചാനലിലൂടെയാണ് ഇത് സംപ്രേക്ഷണം ചെയ്തിരുന്നത്? ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം, വിക്ടേഴ്സ് ചാനലിലൂടെയാണ് ഫസ്റ്റ് ബെൽ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്തിരുന്നത്. അടുത്ത ചോദ്യം, നമ്മുടെ ഹൈസ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിൻ്റെ പേരെന്ത്? ഇപ്പോൾ കൂട്ടുകാരിൽ ചിലരൊക്കെ അതിൽ അംഗത്വം വഹിച്ചവരായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈസ്കൂളിലായിരിക്കും ആ ഒരു IT ക്ലബ്ബ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു IT ക്ലബിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാ? ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് ആണ് ആ ഒരു IT ക്ലബിൻ്റെ പേര്. അപ്പോൾ ലിറ്റിൽ കൈറ്റിൻ്റെ ലോഗോ ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മലയാളം ഫോണ്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഫ്രീ സാൻസ്, ഓപ്ഷൻ ബി ലിബറേഷൻ സെർഫ്, ഓപ്ഷൻ സി ചിലങ്ക, ഓപ്ഷൻ ഡി അലീഫ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ചിലങ്ക. ഓക്കെ, അപ്പോൾ മലയാളം ഫോണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളം ഫോണ്ട് ചിലങ്കയാണ്. CPU എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? കമ്പ്യൂട്ടറുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന CPU, അതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതേപോലെ തന്നെ എഴുതുക, സെൻട്രൽ. സി റെപ്രസെൻ്റ് ചെയ്യുന്നത് സെൻട്രലിനെയും P പ്രോസസ്സിങ്ങിനെയും യൂണിറ്റിനെയും സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്, ഗണിത പഠനത്തിനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ജാലകമാണ് ചിത്രത്തിലുള്ളത്. ഏതാണ് ഈ സോഫ്റ്റ്വെയർ? നിങ്ങൾ ഒരുപാട് മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ജാലകമാണ് കാണുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ഏതാണ്? അതെ, ഉത്തരം ജിയോ ജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ജാലകമാണിത്. കേരളത്തിൽ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടയാള ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ലോഗോ എന്തിൻ്റെതാണ്? അതെ, കെൽട്രോണിൻ്റെ ലോഗോ ആണിത്. കേരളത്തിലെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, അതിൻ്റെ ചിത്രമാണിത്, കെൽട്രോൺ എന്ന് പറയുന്നത്. ചിത്രത്തിൽ ആൻഡ്രോയിഡിനെ സൂചിപ്പിക്കുന്ന സൂചന ചിത്രം ഏതാണ്? ഫസ്റ്റ് കൊടുത്തുള്ള വിൻഡോസ് ആണ്, സെക്കൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ആപ്പിൾ iOS ആണ്, അതിനുശേഷം കൊടുത്തുള്ളത് ആൻഡ്രോയിഡ് ആണ്, അതിനുശേഷമുള്ളത് എന്താ? ലിനക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. ഇതാണ് ആൻഡ്രോയിഡിൻ്റെ സിമ്പൽ, ലോഗോ. അടുത്ത മറ്റൊരു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടെക്നോ പാർക്കിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. കേരള ഗവൺമെൻറ് ആദ്യമായി സ്ഥാപിച്ച ടെക്നോളജി പാർക്കായ ടെക്നോ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. IT സാക്ഷരതാ പദ്ധതിയായിട്ടുള്ള അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇന്ന് നിലവിലുള്ള അക്ഷയ IT സാക്ഷരതാ പദ്ധതിയായിരുന്നു. അതിന് തുടക്കം കുറിച്ച ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. അടുത്തത്, പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കേബിളിൻ്റെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നുണ്ട്. എന്താണ് ഈ കേബിളിൻ്റെ പേര്
എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ചിത്രമാണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും IT ലാബിലൊക്കെ. അപ്പോൾ IT ലാബിലൊക്കെ കാണപ്പെടുന്ന പ്രൊജക്ടറിനെ ലാപ്ടോപ്പുമായിട്ടൊക്കെ എന്ത് ചെയ്യുക, ബന്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്ക്രീനിൽ അതിനെ നമ്മുടെ ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റും. അപ്പം അതിനെ സഹായിക്കുന്ന ഒരു കേബിളിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കേബിളിൻ്റെ പേര് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് VGA കേബിൾ. VGA കേബിളാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങളുടെ കമ്പ്യൂട്ടർ കീബോർഡിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂടാതെ മറ്റു പല ചിഹ്നങ്ങൾ കാണാം. നൽകിയിരിക്കുന്നവയിൽ ഡോളർ ചിഹ്നം ഏതാണ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഡോളറിനെ സൂചിപ്പിക്കുന്ന സിംബൽ. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിൻ്റെ പേര്? ഉത്തരം ഏതാണ്? നമുക്ക് നോക്കാം. ഫ്ലോപ്പി ഡിസ്ക്. അപ്പോൾ ഫ്ലോപ്പി ഡിസ്ക്കാണ് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സംഭരണശേഷിയുള്ള ഒരു ഉപകരണമാണത്. അപ്പം അതിൻ്റെ പേരാണെന്ത്? ഫ്ലോപ്പി ഡിസ്ക്. അടുത്തത് വെബ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന തരത്തിൽ ചിത്ര കോഡുകൾ ഉപയോഗിച്ച് വരുന്നുണ്ടെന്ന്. ഇവയുടെ പൊതുവായിട്ടുള്ള പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. അതെ, QR കോഡ് സ്കാൻ ചെയ്യുക എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? QR കോഡ്. ഓക്കെ, അപ്പം QR കോഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നുള്ളതാണ് QR കോഡിൻ്റെ ഫുൾ ഫോം. അപ്പം IT ക്വിസിന് മറ്റൊരു വിഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ലോഗോസ്, അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്ത്? ഫുൾ ഫോംസ് ഉറപ്പായിട്ടും ചോദിക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കുക. QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. അടുത്തത് ഓൺലൈൻ സർവ്വവിജ്ഞാന കോശമായിട്ടുള്ള വിക്കിപീഡിയ സ്ഥാപിതമായിട്ടുള്ള വർഷം എന്നാണ് എന്ന ചോദ്യമാണ്. അപ്പോൾ വിക്കിപീഡിയ നമ്മൾ സന്ദർശിച്ചതാണ്. വിക്കിപീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വിക്കിപീഡിയ എന്നാണ് സ്ഥാപിതമായത്? ആൻസർ എന്ന് പറയുന്നത് 2001 ഡേറ്റും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ജനുവരി 15 ഓക്കെ, അപ്പോൾ 2001 ജനുവരി 15. അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രിൻ്റർ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്, സാറ്റ. കേന്ദ്ര സർക്കാർ എല്ലാ പൗരന്മാർക്കും നൽകി വരുന്ന വിവിധോദ്ദേശ്യ ഏകീകൃത തിരിച്ചറിയൽ നമ്പറാണ് ആധാർ അഥവാ UID. എത്ര അക്കങ്ങളാണ് ആധാർ UIDയിൽ ഉള്ളത്? നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാകും, പക്ഷെ നമ്മളതിൻ്റെ അക്കങ്ങളുടെ എണ്ണമൊന്നും പഠിച്ചു വെക്കില്ല അല്ലേ? അതും ചോദ്യമായിട്ട് വരാം. അങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കാം. കഴിഞ്ഞ ഒരു ക്വിസിന് റേഷൻ കടയിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ആ ഒരു ഉപകരണത്തിൻ്റെ പേരാണ് ചോദിച്ചത്. അപ്പോൾ ആ ഒരു ഉപകരണത്തിൻ്റെ പേര് അറിയാവുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതാണ് കൂട്ടുകാർക്കുള്ള ഈ ഒരു വീഡിയോയിലെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ഉത്തരം അറിയിച്ചിരിക്കുന്ന ഒരു വിജയെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതായിരിക്കും. റേഷൻ കടയിൽ ഇപ്പോൾ ഒരു ഉപകരണമുണ്ട്, അതിലൂടെയാണ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരിക. അതിൽ വിരൽ അടയാളം ഒക്കെ പതിപ്പിക്കണം. അപ്പോൾ ആ ഒരു റേഷൻ കടയിലുള്ള ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എത്ര അക്കങ്ങളാണ് ആധാറിലുള്ളത്? 12 അക്കങ്ങളാണ് ആധാർ കാർഡിൽ ഉള്ളത്. അടുത്ത ചോദ്യം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് വിലാസം ഏതാണ്? കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ് വിലാസമാണ് www.education.kerala.gov.in. അതായത് www. പൂർണ്ണരൂപം എന്താണ്? വേൾഡ് വൈഡ് വെബ് എന്നുള്ളതാണ്. വേൾഡ് വൈഡ് വെബ്. ഓക്കെ, അടുത്ത ചോദ്യം. മെസ്സേജിംഗ് ആപ്പുകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ സൂചനാ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏതാണ് ഈ ആപ്ലിക്കേഷൻ? കണ്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആപ്ലിക്കേഷൻ? അത് എല്ലാവർക്കും അറിയാം, ടെലിഗ്രാം ആണ്. ടെലിഗ്രാം. ഓക്കെ, അടുത്ത ചോദ്യം. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ വലിപ്പം പറയാറുള്ളത് ബൈറ്റുകൾ എന്ന ഏകകത്തിലാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏറ്റവും വലുതേത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 10 GB, ഓപ്ഷൻ ബി 10 MB, ഓപ്ഷൻ സി 10 KB, ഓപ്ഷൻ ഡി 10 TB. ഓക്കെ, 1 MB എന്ന് പറയുന്നത് 1000, അതായത് 1 മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1000 കിലോബൈറ്റ് ആണ്. 1 ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് 1000 മെഗാബൈറ്റ് ആണ്. 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1000 ഗിഗാബൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ TB ആണ് ഏറ്റവും വലുത്. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ, സോഫ്റ്റ്വെയറിൻ്റെ സ്വാതന്ത്ര്യ ദിനം എന്ന് അറിയപ്പെടുന്ന ദിവസം എന്നാണ്? ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സെപ്റ്റംബർ മാസം അതിലെ 3ാമത്തെ ശനിയാഴ്ച. ചിത്രത്തിലെ വ്യക്തിയെ തിരിച്ചറിയുക. ഈ ഒരു ചിത്രത്തിലൊരു വ്യക്തിയെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിയെ കൂട്ടുകാർ തിരിച്ചറിയുക. ആൻസർ എന്ന് പറയുന്നത് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഗൂഗിൾ. ഗൂഗിളിൻ്റെ CEO ആണ് സുന്ദർ പിച്ചെ. സുന്ദർ പിച്ചയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിത്രത്തിൽ കാണിക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ എന്നുള്ളതാണ്. അദ്ദേഹത്തെ RMS എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം RMS എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. RMS എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള വ്യക്തിയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അത് റിച്ചാർഡ് മാത്യു സ്റ്റാൾമാൻ ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ? മൈക്രോ പ്രോസസ്സറാണ് ഇതിനുത്തരം. ഓക്കെ, പ്രോസസ്സർ. അപ്പം ഈ ഒരു അക്ഷരക്കൂട്ടങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ പലരും ഇത് കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഇതിൻ്റെ പേര് അറിയണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാപ്ചയാണ്. ക്യാപ്ചയാണ് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ക്യാപ്ചയുടെ ഫുൾ ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ കണിയല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്ച ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വർഷം ചിലപ്പോൾ ക്യാപ്ചയുടെ പൂർണ്ണ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ കൂട്ടുകാർ പെട്ടുപോകരുത്, അതും പഠിച്ച് വെച്ചേക്ക്. ക്യാപ്ച C എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി, A എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ്, P എന്ന് പറയുന്ന പബ്ലിക്, T ട്യൂറിംഗ് ടെസ്റ്റ്, ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻ എ പാർട്ട്. കുറച്ച് പണിയുണ്ട്, എന്നാലും കൂട്ടുകാർ അത് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഫുൾ ഫോംസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അറിയിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഇനിയും ഇതുപോലുള്ള IT ക്വിസും മറ്റ് സയൻസ് ക്വിസും മാത്സ് ക്വിസും ഒക്കെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.